ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന SSC CGL 2024 കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ, ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. എന്നാൽ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ആപ്പിലൂടെ കൃത്യമായി SSC CGL 2024 ഓൺലൈൻ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CGL എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി CGL 2024 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, ആരൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കോഴ്സിൽ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ ആരൊക്കെയാണെന്നാണ്. ഒരുപാട് പേർക്ക് അറിയേണ്ട കാര്യവും അത് തന്നെയാണ്. ഇപ്പോൾ CGL 2024 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ അധ്യാപകരാണ് ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല ക്ലാസ്സുകളാണോ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും. അവർക്കൊക്കെ കൃത്യമായിട്ട് ഏതൊക്കെ അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതെന്നും അവരുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റീസിനെ പറ്റിയും ഒക്കെ നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായി പ്രധാനമായിട്ടും എത്തിയത്. ഇപ്പോൾ CGLൻ്റെ കോഴ്സ് ഓൾറെഡി തന്നെ നമ്മുടെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ എവിടെയാണെങ്കിലും, അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ സ്ഥലം ഇപ്പോൾ ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോഴ്സിലൂടെ ഈ അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഈ അധ്യാപകരെ എല്ലാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം എല്ലാവർക്കും SSC എക്സാം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് കോണ്ടിനെ പറ്റിയാണ്, മാത്സിൻ്റെ ക്ലാസ്സുകളെ പറ്റിയാണ്. മാത്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ CGL സീരീസിലുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അദ്വൈത് സാറാണ്. അപ്പോൾ അദ്വൈത് സാറിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, CGL എക്സാമിന് വേണ്ടി ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ കിട്ടാനായിട്ട് പോകുന്നത്. സാറിൻ്റെ ക്ലാസ്സുകളെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും, വളരെ യൂസ്ഫുൾ ആയിട്ട് ഓരോ ടോപ്പിക്കും, കോണ്ടിലെ ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സാർ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ടോപ്പിക്ക് എടുത്തു തീർക്കാൻ വേണ്ടി മാത്രമല്ല, ഓരോ ടോപ്പിക്കിൽ നിന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് സാറിൻ്റെ ക്ലാസ്സുകൾ പോകുന്നത്. അത് നിങ്ങൾ ആ യൂട്യൂബിൻ്റെ താഴെ വരുന്ന, വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ആ ക്ലാസ് കൂടി നിങ്ങൾ പ്രത്യേകം ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. സാറാണ് നിങ്ങൾക്ക് എന്ത് ഹാൻഡിൽ ചെയ്യുന്നത്, കോണ്ട്, മാത്തമാറ്റിക്സ്, മാത്സിൻ്റെ ഏരിയ കവറപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മാത്സ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, സാർ അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് തന്നോളും. അപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, മാത്സ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഒരു 25%, അതായത് നമ്മുടെ ടോപ്പിക്കിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്താൽ മാത്സ് ഒരു ഏരിയ ആണ്, ഇംഗ്ലീഷ് ഒരു ഏരിയ ആണ്, റീസണിങ് ഒരു ഏരിയ ആണ്, അതുപോലെ തന്നെ എന്താണ്, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ് ഏരിയ ആണ്. ഇതിനെല്ലാം വളരെ പ്രഗത്ഭരായ അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ട്. മാത്സ് അദ്വൈത് സാർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇൻ ദ സെയിം ടൈം ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കുന്ന ആരാണ്, നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം, റീമ മിസ് ആയിരിക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്. മിസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് ഓരോന്നും, നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ സെക്ഷൻസും വൊക്കാബ്സിൻ്റെ സെക്ഷൻസും കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങളത് എന്ത് ചെയ്യുക, മിസ് എങ്ങനെ പഠിപ്പിക്കുന്നു ആ രീതിയിൽ കറക്റ്റായി ഫോളോ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും CGL 2024 ഇംഗ്ലീഷിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ കോഴ്സിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്ക് കവറപ്പ് ചെയ്ത് കിട്ടും. പിന്നെ എന്താണ് വരുന്നത്, റീസണിങ് അല്ലേ, അടുത്ത ഒരു 25% റീസണിങ്ങാണ്. റീസണിങ് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ ശരത് സാറും അതുപോലെ ഞാൻ കുറച്ച് ടോപ്പിക്ക് എടുക്കുന്നുണ്ട്, അതേപോലെ ഷിജോ സാറും, ഇവരെല്ലാം കൂടെ ചേർന്ന് വളരെ വൃത്തിയായിട്ട് 25% വരുന്ന റീസണിങ്ങിനെ നിങ്ങൾക്ക് കറക്റ്റാക്കി തരും. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്. ഇനി എന്താ ഉള്ളത്, ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ് ഏരിയ. അപ്പോൾ അതെങ്ങനെ പഠിക്കാം, അതിനെല്ലാം കൃത്യമായി എങ്ങനെ അത് പാക്കേജ്ഡ് ആയിട്ട് പഠിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നിത്യ മിസ് ഉണ്ട്, അർച്ചന മിസ് ഉണ്ട്, അനിൽ സാറുണ്ട്, ശ്രീരാഗ് സാറുണ്ട്. ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ ശരിക്കും നിങ്ങൾക്ക് എന്താണ്, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഓരോരുത്തരും നിങ്ങളെ CGL 2024 എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് ഈ ആപ്പ് ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ ക്ലാസ്സുകളൊക്കെ ഈ കോഴ്സിൻ്റെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ CGL 2024 ഒരു മിഷനായി കാണുന്ന ആളുകളാണെങ്കിൽ
ഈ അധ്യാപകരോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇനി ദിശ അക്കാഡമി ഏതൊക്കെ ക്ലാസ്സുകളാണ്, എങ്ങനെയൊക്കെയാണ് CGLന്റെ ക്ലാസ്സുകൾ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കൂടി ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ചാനൽ, നമ്മുടെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് SSCയുടെയും റെയിൽവേയുടെയും ക്ലാസ്സുകൾ 2 കാറ്റഗറി ആയിട്ട് കാണാം. അതിൽ SSC ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ബാച്ച് ആൾറെഡി തന്നെ ദിശ അക്കാഡമി ക്ലാസ്സുകളായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 300 മണിക്കൂറോളം ക്ലാസ്സുകൾ SSC ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറഞ്ഞ് നമ്മുടെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലുണ്ട്. ഇത് നമ്മുടെ എല്ലാ എക്സാംസിനും യൂസ്ഫുള്ളാണ്. ഏതൊക്കെ എക്സാംസ്, SSCയുടെ CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, ഇതുപോലെ ഏത് എക്സാമിനായാലും ഈ ഫൗണ്ടേഷൻ ബാച്ചുകൾ വളരെ യൂസ്ഫുള്ളാണ്. ഇത് കൂടാതെയാണ് നമ്മൾ CGL 2024 ബാച്ച് എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, CGL 2024 എന്ന് പറയുന്ന ബാച്ച് എടുക്കുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ കിട്ടത്തില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. നിങ്ങൾക്ക് CGL 2024 എടുക്കുമ്പോൾ തന്നെ അക്കാഡമി ഈ വർഷം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളിലേക്കും, കൂടാതെ SSC ഫൗണ്ടേഷനകത്തുള്ള ഏകദേശം 300 മണിക്കൂറോളം ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. CGL 2024ൻ്റെ ക്ലാസ്സുകളും കിട്ടും. അപ്പോൾ CGL 2024 എന്നുള്ള രീതിയിൽ തന്നെ ഒരു കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് കയറി എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അത് ഏകദേശം ഒരു വർഷത്തെ കോഴ്സിന് നമ്മൾ 6000 റുപ്പീസിനാണ് നമ്മൾ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഫീസിനാണ് SSC CGL എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒപ്പം SSC ഫൗണ്ടേഷൻ്റെ 300 മണിക്കൂറോളം ക്ലാസ്സുകളും നിങ്ങൾക്ക് കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് SSC CGL എക്സാം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു കുറഞ്ഞ ഫീസ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രത്തോളം അധ്യാപകരുടെ ക്ലാസ്സുകൾ, ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്കത് അവൈലബിൾ ആണ്. ഇനി ഈ ക്ലാസ്സുകൾ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ ഡൗട്ടുള്ളവർ കാണും. ഇത് കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകളായിട്ടാണ് ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ CGLൻ്റെ ക്ലാസ്സുകൾ ഓരോന്നും ഓരോ വീക്കിലും ലൈവ് ക്ലാസ്സുകളായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഒരു വീക്കിലെ ഷെഡ്യൂള് എല്ലാ സൺഡേയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം ടേബിൾ മനസ്സിലാക്കി തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് കാണുകയും ചെയ്യാം. കൂടാതെ ഫൗണ്ടേഷൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി, ഈ വരുന്ന 24 വരുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യാം. അതിനുള്ള ടൈം ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. സെപ്റ്റംബറോട് കൂടിയാണ് നമ്മുടെ പരീക്ഷ വരുന്നത്, ജൂണോട് കൂടിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായി 6 months ടൈം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. വളരെ മുന്നേ തന്നെ ഈ ടോപ്പിക്കുകൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ടും ഈ കോഴ്സ് ഒന്ന് പോയി നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിത് ഈ കോഴ്സ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് ആ സിമ്പിൾ, പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ SSC CGL എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് കോഴ്സസിനകത്ത് കാണാം. ആ കോഴ്സിൽ കയറി നിങ്ങൾ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡെമോ ക്ലാസ്സുകളും മറ്റും കാണാം. അത് ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശയുടെ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. ഇനി ദിശയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. SSC CGL 2024 വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നമ്മുടെ അധ്യാപകരുടെ ക്ലാസ്സുകളും അവരുടെ ക്വാളിറ്റീസും ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലുള്ള ക്ലാസ്സുകൾ ഉപകാരം ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നു, ഈ വർഷം തന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഈ അധ്യാപകരോടൊപ്പം നിങ്ങൾ നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെ ഈ എക്സാമിൽ കൊണ്ടെത്തിക്കണം, എങ്ങനെ ഈ എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജിയൊക്കെ അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ മെയിൻലി നമ്മുടെ ഒരു കോഴ്സ് ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ആളുകൾ എങ്ങനെ ജോയിൻ ചെയ്യണം, ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാർ എങ്ങനെയാണ് CGLൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെ SSCക്ക് പ്രിപ്പയർ ചെയ്യാം. കൂടാതെ ഈ SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് CHSLൻ്റെ എക്സാംസ് എഴുതാം, MTSൻ്റെ എക്സാംസ് എഴുതാം. അതുപോലെ തന്നെ ഈ വർഷം വരുന്ന റെയിൽവേയുടെ എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു പഠനം വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ സാധ്യത ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.